എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറിയായി എത്തിയെന്ന വാർത്ത കേട്ടപ്പോൾ ഓർമ്മ വന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തനമാണ്. അക്കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന എനിക്ക് ബേബിയും കോടിയേരി ബാലകൃഷ്ണനുമായി ഉണ്ടായിരുന്ന ബന്ധം വളരെ ഊഷ്മളമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കഴിഞ്ഞ ആ സഖാക്കളായിരുന്നു അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും. ബേബി പ്രസിഡന്റും കോടിയേരി സംസ്ഥാന സെക്രട്ടറിയുമായി നേതൃത്വം നൽകിയ SFIയുടെ മുന്നണി പോരാളികളായിരുന്നു ഞങ്ങൾ. ആ സമയത്താണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായി SFIയുടെ നേതാവായി അവരോടൊപ്പം പ്രവർത്തിച്ചത്. അക്കാലത്ത് ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ INTUC-കാർ തിരുവനന്തപുരത്ത് കലാപമുണ്ടാക്കി യൂണിവേഴ്സിറ്റി കോളേജിൽ SFI പ്രവർത്തകരെ മർദ്ദിച്ചു. അങ്ങനെ മർദ്ദനമേറ്റ് ഞങ്ങളുടെ സഖാക്കൾ ഒരുപാട് പേർ ആശുപത്രിയിൽ കഴിയുന്ന സന്ദർഭത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് തീ വയ്ക്കുന്നത്. അപ്പോൾ തീ വെച്ചത് KSUക്കാരാണെന്ന് ആരോപിച്ചുകൊണ്ട് SFI പ്രകടനം നടത്തുകയും അവർക്കെതിരെ അത് വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ തീ ആളിപ്പടരുമ്പോൾ കാളിദാസ കൃതികളുടെ ഒറിജിനലും ചങ്ങമ്പുഴയുടെ മാനുസ്ക്രിപ്റ്റ് അടക്കമുള്ള മലയാള വിഭാഗം ലൈബ്രറി ഉൾപ്പെടെ കത്തിപ്പോകുമായിരുന്ന ആ അഗ്നിബാധയിൽ നിന്ന് അന്ന് രക്ഷപ്പെടുത്തിയത് ശിവൻകുട്ടി നായർ എന്ന് പറയുന്ന കോൺസ്റ്റബിളായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിന് പുറകിലുള്ള സംസ്കൃത കോളേജിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു റെക്കോർഡ് മുറിയുണ്ട്. ആ റെക്കോർഡ് മുറിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശിവൻകുട്ടി നായർ എന്ന് പറയുന്ന പോലീസുകാരൻ ഇത് കാണുകയും അദ്ദേഹം ഓടിയെത്തി ഫയർഫോഴ്സിനെ വിളിച്ച് തീ അണയ്ക്കുകയും ചെയ്തതുകൊണ്ടാണ് കാളിദാസ കൃതികളും ചങ്ങമ്പുഴയുടെ മാനുസ്ക്രിപ്റ്റും അടക്കം അമൂല്യമായ ഗ്രന്ഥശേഖരങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് കോളേജ് യൂണിയനും SFIയും പ്രതിഷേധ പ്രകടനം നടത്തുകയും KSUക്കാർക്കെതിരെയും INTUC-കാർക്കെതിരെയും വലിയ ആരോപണം ഉയർത്തുകയും ഒക്കെ ചെയ്തു. ആ സന്ദർഭത്തിലാണ് പ്രതിപക്ഷ നേതാവായിരുന്ന K. കരുണാകരൻ പത്രസമ്മേളനം നടത്തി കോളേജ് തീ വെച്ചത് SFIക്കാർ തന്നെയാണ് എന്ന ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം ഉന്നയിച്ചതോടെ ഈ പറയുന്ന ശിവൻകുട്ടി നായർ എന്ന് പറയുന്ന പോലീസുകാരനെ അഭിനന്ദിക്കാൻ വിളിച്ച യോഗം പിരിച്ചുവിടണമെന്നും ആ യോഗത്തിൽ ചെയർമാൻ എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും സംസ്ഥാന നേതാക്കളായ ബേബിയും കോടിയേരിയും ആവശ്യപ്പെട്ടു. പക്ഷേ കോളേജ് യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളോട് പറഞ്ഞ ശേഷം കോളേജിന് അവധി നൽകി കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആ പരിപാടി ഒഴിവാക്കാനാവില്ല എന്നും വേണമെങ്കിൽ ഞാൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്നും പറഞ്ഞെങ്കിലും M.A. ബേബിയോ കോടിയേരി ബാലകൃഷ്ണനോ അത് സമ്മതിച്ചില്ല. അങ്ങനെ ആ തർക്കത്തെ തുടർന്നാണ് SFIയിൽ നിന്ന് ഞാനുൾപ്പെടെയുള്ള യൂണിയൻ ഭാരവാഹികൾ, അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന സുധീർ, അദ്ദേഹം പിന്നീട് PRD ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്തു. അതുപോലെ ജില്ലാ ജഡ്ജിയായിരുന്ന സതീഷ് ചന്ദ്ര ബാബു, കേരളകൗമുദിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായ MM സുബൈർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്ന CN ഹരി, മാഗസിൻ എഡിറ്ററായിരുന്ന C. സുരേഷ് കുമാർ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് SFIയിൽ നിന്നും യൂണിയനിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു. അന്ന് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ M.A. ബേബി ഞങ്ങളെ വിളിച്ചു വരുത്തുകയും രാജി തീരുമാനം പിൻവലിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് കലാകൗമുദി കേരളകൗമുദി എഡിറ്ററായിരുന്ന NRS ബാബു എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹവും എന്നോട് പറഞ്ഞു രാജി പിൻവലിക്കണം, ആ തീരുമാനം തെറ്റാണ്. അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് M.A. ബേബിയുമായും കോടിയേരി ബാലകൃഷ്ണനുമായും
ഇപ്പോഴത്തെ മന്ത്രി വി ശിവൻകുട്ടിയുമായും മുൻ സ്പീക്കർ എം വിജയകുമാറുമായും ഒക്കെ ഉണ്ടായിരുന്ന മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അന്ന് സമവായുവുമായി വന്ന നേതാക്കളായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എം എ ബേബിയും കോടിയേരിയും. അന്ന് അവരുടെ വാക്ക് കേട്ട് പാർട്ടിയിൽ അച്ചടക്കത്തോടെ നിന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പറയാനാവില്ല. പക്ഷേ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മാധ്യമരംഗത്തേക്ക് കടന്നു വന്നത്, അതിനിടയിൽ സാംസ്കാരിക വേദി പ്രവർത്തനം നടത്തിയത് ഒന്നും തെറ്റായിപ്പോയി എന്ന് ജീവിതത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. രാഷ്ട്രീയത്തിൽ നിന്നിരുന്നെങ്കിൽ പാർലമെൻ്ററി വ്യാമോഹങ്ങളുമായി ചിലപ്പോൾ ജീവിക്കാമായിരുന്നു. പക്ഷേ അതിനേക്കാൾ സ്വതന്ത്രമായി ചിന്തിക്കാനും സത്യമെന്ന് തോന്നുന്നത് എഴുതാനും വിളിച്ചു പറയാനും ഉള്ള ഈ സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാൻ്റെ വരികൾ അതുതന്നെയാണ് സത്യം. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഇന്നും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാലും സുഹൃത്തായ എം എ ബേബി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം CPM-ന് നേതൃത്വം നൽകുമ്പോൾ, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു.